റീസെൻ്റ്ലി നിങ്ങളൊരു ന്യൂസ് ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറ് പോയി. പിന്നീട് ആ ഒരു ഉപഭോക്താവ് കൺസ്യൂമർ കോർട്ടിൽ അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് അവർക്ക് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം നിലവിലുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 1986 1986 ഡിസംബർ 24 ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. സോ ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റാണ് ഡിസംബർ 24. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. 1986 ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ചില ഭേദഗതികളൊക്കെ 2019 വരികയുണ്ടായി. അങ്ങനെ ഭേദഗതികളോട് കൂടിയിട്ട് ഈ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ മാസം 20 ഓക്കെ. അപ്പോൾ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിൽ തൃപ്തികരമല്ലാത്ത ഒരു സാഹചര്യം ഉപഭോക്താവിന് വന്നാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ കൺസ്യൂമർ കോർട്ട്, ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ നിലവിൽ വന്നത്. ഇതൊരു ത്രിതല സംവിധാനമാണ്. അത് ജില്ലാ തലത്തിൽ കൺസ്യൂമർ കോർട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ കൺസ്യൂമർ കോർട്ടുണ്ട്, ദേശീയ തലത്തിലും കൺസ്യൂമർ കോർട്ടുണ്ട്. ഒരു കൺസ്യൂമറിന് എന്തെങ്കിലും ഒരു പരിഹാരം തേടാനായിട്ട് അവർക്ക് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളുടെ മേലെയാണ് അവർക്ക് പരിഹാരം വേണ്ടതെങ്കിൽ അവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 5 lakhs to 10 lakhs ആണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരുന്നത്. 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾക്കാണെങ്കിൽ ഫീസ് വന്നിട്ട് 400 രൂപയാണ്. 20 lakhs to 50 lakhs വന്നിട്ട് ഫീസ് 1000 രൂപയാണ്. 50 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരെയാണെങ്കിൽ ഫീസ് 2000 രൂപയാണ്. എന്തൊക്കെയാണ് ഒരു കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ? റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ബി ഇൻഫോംഡ്, അറിയപ്പെടാനുള്ള അവകാശമുണ്ട്. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് അറിയപ്പെടാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ചൂസ്, നമ്മൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, നമ്മളെ കേൾക്കപ്പെടാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, നമുക്ക് പരാതി പരിഹാരത്തിനുള്ള അവകാശമുണ്ട്. ആൻഡ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നമുക്കുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളാണ് ആസ് എ കൺസ്യൂമർ നമുക്ക് പരാതി തേടാൻ സാധിക്കുക? നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ, കേടുപാടുകൾ ഉണ്ടായാൽ, നമ്മൾ വില കൊടുത്തൊരു സർവീസ് ലഭ്യമാക്കുമ്പോൾ അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ്, നിയമാനുസൃതം ഒരു പ്രൊഡക്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക നമ്മളിൽ നിന്നും ഈടാക്കിയാൽ, നമ്മുടെ ജീവന് സുരക്ഷിതം അല്ലാത്തതും അല്ലെങ്കിൽ ജീവന് ഹാനികരമായിട്ടുള്ളതുമായ ഏതെങ്കിലും സാധനങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ നടത്തിയാൽ, അതേപോലെ വിൽപ്പന ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ കൊടുത്താലും ഒക്കെ നമുക്ക് പരാതി നൽകാനായിട്ടുള്ള അവകാശം ഈ നിയമപ്രകാരമുണ്ട്. ഇതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു നിയമം നമുക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ്? ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുമല്ലോ.